പ്രിയമുള്ളവരെ, ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ നിർവചനം കേട്ടത് ഴാങ് റാൻസിയർ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ചിന്തകനിലാണ്. അദ്ദേഹം പറയുന്നത്, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അത് അദൃശ്യരായ മനുഷ്യരെ ദൃശ്യവൽക്കരിക്കുകയും കേൾക്കാത്ത ശബ്ദങ്ങളെ കേൾപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാകണം എന്നാണ്. അദൃശ്യരായ മനുഷ്യരെ ദൃശ്യവൽക്കരിക്കുകയും കേൾക്കാത്ത ശബ്ദങ്ങളെ കേൾപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. റിപ്പോർട്ടർ TV എന്ന മാധ്യമം അതിൻ്റെ എഡിറ്റോറിയൽ പോളിസിയായി സ്വീകരിച്ചിരിക്കുന്നതും അതാണ്. ഞങ്ങൾ ഇന്നിവിടെ പൊന്ന്യത്തി ഏഴരക്കണ്ടത്ത് നിൽക്കുമ്പോൾ ഈ പരിപാടി ബഹുമാനപ്പെട്ട സ്പീക്കർ AN ഷംസീർ വളരെ സ്നേഹത്തോടു കൂടി ഇങ്ങനൊരു പരിപാടിയുമായി സഹകരിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളൊരു സംശയവുമില്ലാതെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്, ഒന്ന്, AN ഷംസീറിലുള്ള വിശ്വാസം കൊണ്ട്, രണ്ട്, തലശ്ശേരി എന്ന നാട് ഇതിനകം എങ്ങനെയാണ് ബ്രാൻഡായി കഴിഞ്ഞത് എന്നതറിയാവുന്നത് കൊണ്ട്, മൂന്ന്, പൊന്ന്യത്തെ ഈ പരിപാടിയെക്കുറിച്ച്, പൊന്ന്യത്ത് അംഗത്തെക്കുറിച്ച് പിന്നീട് വായിച്ചപ്പോൾ ഇത് കേൾക്കാത്ത കാണാത്ത മനുഷ്യരെ ഈ കലയും ഈ നാടിൻ്റെ പ്രൗഢിയും പ്രതിഫലിപ്പിക്കുക എന്നത് ഒരു നിയമസഭാ സാമാജികൻ്റെയും ഈ നാടിൻ്റെയും മാത്രം ഉത്തരവാദിത്വമല്ല, അതൊരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ റിപ്പോർട്ടർ TVയുടെ കൂടി ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വം കൂടിയാണ് എന്ന് ബോധ്യപ്പെട്ടു. കാരണം ഇങ്ങനെയുള്ള ഒരുപാട് ആയോധന കലകളും സാംസ്കാരികമായ രൂപങ്ങളും ചേരുമ്പോഴാണ് ഇന്ത്യ എന്ന ഒരു മഹത്തായ ഒരു ആശയം ജനിക്കുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് എല്ലാത്തിനെയും ഒറ്റ സ്മൃതിയിലേക്ക്, ഒറ്റ ഓർമ്മയിലേക്ക് കൊണ്ടുപോയി കെട്ടുക എളുപ്പമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തപ്പിയെടുത്താൽ ഓരോ നാടിനും പറയാൻ തച്ചോളി ഉദയനെ പോലെ, കതിരൂർ ഗുരുക്കളെ പോലെ, ഒരു പക്ഷേ വിജയിച്ചിട്ടും ചതിയിലൂടെ ജീവൻ നഷ്ടപ്പെട്ടു പോയ സ്മാരകമായി നിൽക്കുന്ന ഏഴരക്കണ്ടം പോലെ ഒരുപാട് കഥകളുണ്ടാവും. ആ സാംസ്കാരിക കഥകളുടെ തുടർച്ചയാണ് ഇന്ത്യ എന്നൊരാശയം. അത് ഈ കാലഘട്ടത്തിലെ പ്രതിരോധത്തിൻ്റെ രാഷ്ട്രീയം കൂടിയാണ്. ഇവിടെ ഒരു കളരിയുടെ അക്കാഡമി വരുമ്പോൾ ഈ പൊന്ന്യത്ത് ഈ കൂടി നിൽക്കുന്ന മനുഷ്യരിറങ്ങുമ്പോൾ അതൊരു പൊതു ഇടത്തിൻ്റെ രൂപീകരണം കൂടിയാണ്. ഞാനിതിനെ പറയുന്നത് പൊതുമണ്ഡലം എന്നാണ്. ആ അർത്ഥത്തിൽ അതൊരു രാഷ്ട്രീയം കൂടിയാണ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇതേപോലെ ഒരുപാട് ആയോധന കലകളുണ്ട്. നിങ്ങൾ മണിപ്പൂരിലേക്ക് പോയാൽ താങ്ഡ കാണാം, ആന്ധ്രാപ്രദേശിലേക്ക് പോയാൽ നിങ്ങൾക്കവിടെ ലാത്തി ഖേൽ കാണാം, ബംഗാളിലേക്ക് പോയാൽ നിങ്ങൾക്ക് കാണാം മർദാനി ഖേൽ കാണാം, മഹാരാഷ്ട്രയിലേക്ക് പോയാൽ. കേരളത്തിലെത്തിയാൽ കളറിപ്പയറ്റ് കാണണമെങ്കിൽ അത് പൊന്ന്യത്ത് വരണമെന്ന് പറയുമ്പോൾ അത് കേരളത്തിൻ്റെ ഐഡൻറ്റിറ്റിയായി പൊന്ന്യം മാറുന്നു, പാട്യം മാറുന്നു, തലശ്ശേരി മാറുന്നു എന്നുള്ളതാണ്. ഇവിടെ വന്നപ്പോൾ സ്പീക്കർ പറഞ്ഞു, ഞങ്ങൾക്കിപ്പോൾ 3 C മാത്രമല്ല 2 Cകൾ കൂടി അഡീഷണൽ ആയിട്ടുണ്ട്. സർക്കസിനെ കുറിച്ച് നമ്മൾ കേട്ടു, കേക്കിനെ കുറിച്ച് നമ്മൾ കണ്ടു, ക്രിക്കറ്റിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞു. മലബാറിലെ ക്യാൻസർ സെൻറ്റർ ആധുനിക ആതുരാലയ രംഗത്ത് തലശ്ശേരിയുടെ സംഭാവനയാവുന്നത് കാണുന്നു. പിന്നെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ഒരു അത്ഭുത പ്രതിഭാസം, ഒരു രാഷ്ട്രീയ പ്രതിഭാസം കേരളത്തിനും ഇന്ത്യക്കും മാതൃകയായി തീർന്ന മണ്ണുകൂടിയാണ് ഈ തലശ്ശേരിയും കണ്ണൂരും എന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിക്കുകയും ആ വലിയ രീതിയിൽ ആവേശം നൽകുന്ന ഒന്നുമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സാമൂഹിക ഉത്തരവാദിത്വമായി ഏറ്റെടുത്തുകൊണ്ട് ഈ കലയെ, ഈ നാടിനെ ലോകത്തിന് മുന്നിൽ ഷോക്കേസ് ചെയ്യാൻ കിട്ടിയ ഒരു അവസരമായി റിപ്പോർട്ടർ TVയും കാണുന്നു. അതിനു പിന്നിൽ ശ്രീ AN ഷംസീറിൻ്റെ മാത്രമല്ല, ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഒരു വലിയ സംഘത്തിൻ്റെ വലിയ ശ്രമമുണ്ടെന്നറിയാം. ഇല്ലെങ്കിൽ ഈ ആൾക്കൂട്ടം ഇങ്ങനെ എത്തില്ല. യഥാർത്ഥത്തിൽ ഇവിടുത്തെ കലാകാരന്മാരും താരങ്ങളും ഞങ്ങളാരുമല്ല. അവിടെ ആ കളരിത്തട്ടിൽ അഭ്യാസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊച്ചുകുട്ടികളും വനിതകളും അടക്കമുള്ളവരാണ്. അതിലൊരു താരത്തിൻ്റെ കല്യാണം നാളെയാണ് എന്നാണ് ഒരു സംഘാടകൻ പറഞ്ഞത്. എന്നിട്ടും ആ കളരിപ്പയറ്റിനോടുള്ള ആത്മാർത്ഥത കൊണ്ട് ഇവിടെ ഈ വേദിയിൽ ഒരു താരമായി എത്തിയ എല്ലാ കളരിപ്പയറ്റിലെ കലാകാരന്മാർക്കും കായിക താരങ്ങൾക്കും സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അഭിമാനിക്കാം, വലിയൊരു സാംസ്കാരിക പ്രൗഢിയുടെ പൈതൃകത്തിൻ്റെ അവകാശികളാണ് നിങ്ങൾ. അത് ഓർമ്മപ്പെടുത്തുന്ന സ്പീക്കർക്ക് 1000 അഭിവാദ്യങ്ങളും സ്നേഹവും നേരുന്നു. നന്ദി, നമസ്കാരം.